പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അടൂർ പള്ളിക്കൽ ഡിവിഷൻ UDF സ്ഥാനാർത്ഥിയുടെ പള്ളിക്കൽ ഡിവിഷനിലെ സ്വീകരണം പൂർത്തിയായി. LDFന്റെ സ്വീകരണ പരിപാടികളും സമാപിച്ചു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അടൂർ പള്ളിക്കൽ ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി ശ്രീനാദേവി കുഞ്ഞമ്മയുടെ സ്വീകരണ പരിപാടികളാണ് സമാപിച്ചത്. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ നൽകിയ സ്വീകരണ പരിപാടികളാണ് പൂർത്തീകരിച്ചത്. മത്സരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ കലേഷ് കാർത്തികയും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ ശ്രീ സുനിൽ പള്ളിക്കലിനെയും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ എന്നെയും വലിയ ഭൂരിപക്ഷത്തിൽ കൈയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഒരു വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാൻ ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് മാത്രം. കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങളുടെയൊക്കെയും ജനപ്രതിനിധിയായിരുന്നു. 5 പഞ്ചായത്തുകളുള്ള പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ ഏതാണ്ട് 10 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് LDFന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായി മാറി. തുടർന്നിങ്ങോട്ട് ചില അഴിമതിയുമായി ബന്ധപ്പെട്ട ചില നിലപാടുകൾ, ജനങ്ങൾക്ക് വേണ്ടി എടുത്ത നിലപാടുകളുടെ പേരിൽ ആദർശധീരന്മാരായി അവരോധിക്കപ്പെടുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം സംരക്ഷിക്കും എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് അങ്ങോട്ട് പരാതിയുമായി മുന്നോട്ട് പോയത്. മേക്കുന്നുമേൽ ജംഗ്ഷൻ ഉൾപ്പെടെ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് സ്വീകരണം നൽകി. പള്ളിക്കൽ ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി ശ്രീലത രമേശിന്റെയും പ്രചാരണ പരിപാടികൾ പൂർത്തീകരിച്ചു. ജനപ്രതിനിധിയായിരുന്ന കാലയളവിൽ എനിക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എൻ്റെ ഡിവിഷനിൽ ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാം പിന്തുണയുണ്ടെങ്കിൽ ഇനിയും ഒരവസരം തന്നാൽ ഞാൻ നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് സന്നദ്ധയാണ്. എന്നോടൊപ്പം ബ്ലോക്ക് ലെവലിൽ നിന്ന് മത്സരിക്കുന്ന ധനേഷിനെ നിങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടതാണ്. നിങ്ങളോടൊപ്പം കൂടെ പ്രവർത്തിക്കാൻ കഴിവുള്ള ധനേഷിനെ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിലും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കാൻ സന്നദ്ധയായ ന്യൂസ് ബ്യൂറോ അടൂർ.